ഹലോ, ഇന്നത്തെ റെസിപ്പി ചോറ് വെച്ചിട്ടുള്ള 3 തരം ഈവനിങ് സ്നാക്കാണ്. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിലാദ്യം കാണിക്കുന്നത് ചോറ് വെച്ചിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ശർക്കര ഒന്ന് നമുക്ക് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 1 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 150 ഗ്രാം ശർക്കരയാണ് കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് അലിയിച്ചെടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്തിട്ട് തന്നെ അലിയിച്ചെടുക്കുക. ഇനി വേണ്ടത് 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്, പിന്നെ 2 കപ്പ് ആട്ടപ്പൊടിയും. ആദ്യം ഈ ഒരു ആട്ടപ്പൊടിയും ചോറും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് നേരെ പകുതി ചോറും പകുതി ആട്ടപ്പൊടിയും ചെറിയൊരു ജാറിലിട്ടിട്ട് ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് കട്ടിക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. 1-2 ടീസ്പൂണൊക്കെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നേരെ പകുതി ചോറും അതുപോലെ പകുതി ആട്ടപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ബ്ലെൻഡറിൽ തന്നെ. എന്നിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെടുത്ത ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ വലിയൊരു ജാറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ ഞാൻ പറയാം കേട്ടോ. നമ്മൾ ലൂസാക്കിയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇത് ആദ്യം ഇതുപോലെ കട്ടിക്കൊന്ന് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ചപ്പാത്തി മാവൊക്കെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കിട്ടുന്ന പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ അത്രയും കട്ടിക്ക് ബോൾസാക്കി എടുക്കാൻ പാകത്തിന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആരെടുത്ത ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനി വലിയൊരു ജാറിലോട്ട് ആക്കി കൊടുക്കാം. ഇപ്പോൾ വലിയ പണിയൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ബ്ലെൻഡ് ചെയ്തെടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ ബ്ലെൻഡായി കിട്ടുന്നുണ്ട്. ഇതുപോലെ വലിയൊരു ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി ബാക്കിയുള്ള ചോറും അതുപോലെ ബാക്കിയുള്ള ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ചോറൊക്കെ വെള്ളം വാർന്നിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെള്ളമൊന്നും ഇല്ലാത്ത ചോറാണ്. ഇതിലൊക്കെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലോട്ട് വെള്ളം ചേർക്കണമെന്നില്ല. വേണമെങ്കിൽ മാത്രം 1-2 ടീസ്പൂൺ മാത്രം വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ അലിയിച്ചെടുത്തിട്ടുള്ള ശർക്കര പാനിയാണ്. അപ്പോൾ ശർക്കര പാനി ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി, അലിയിച്ചെടുത്താൽ മാത്രം മതി. അല്ലാതെ തിക്കാക്കി എടുക്കണ്ട കേട്ടോ. നമുക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അളവ് തന്നെയാണ്. 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അലിയിച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു 3 ഏലക്കയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഇതിലോട്ട്, ഇതിപ്പോൾ തിക്കാണുള്ളത്, ഇത്രയും തിക്ക് വേണ്ട, ഒരുപാടൊന്നും വെള്ളം ചേർക്കുന്നില്ല. 1 ടേബിൾ സ്പൂൺ വെള്ളം നമ്മൾ ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കരുത്, 1-2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലോട്ട് തേങ്ങാക്കൊത്ത് ഒന്ന് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണ്ടെങ്കിൽ ഒഴിവാക്കാം, അപ്പോൾ ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതിലോട്ട് വേറൊന്നും ചേർക്കുന്നില്ലല്ലോ. ഇത് ചോറും അതുപോലെ ഗോതമ്പ് പൊടിയും മാത്രമാണുള്ളത്. പഴം, തേങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല, മുട്ട ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഇതിലോട്ട് തേങ്ങാക്കൊത്ത് അതുപോലെ ചെറിയ ഉള്ളി ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരിച്ചിരി ചെറിയ ഉള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങാക്കൊത്ത് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ 1-2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-2 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതൊരു പകുതി മൂപ്പാകുമ്പോൾ ഇതിലോട്ട് ചെറിയ ഉള്ളി ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂണൊക്കെ. ഞാനിപ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലോട്ട് ചെറിയ ജീരകം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ, ഈ ഒരു തേങ്ങാക്കൊത്ത് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിൽ നിന്നും മാറ്റാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഈ ഒരു മാവിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഇത് ചുട്ടെടുക്കാം. ഇപ്പോൾ മാവൊക്കെ നല്ല പാകത്തിന് തന്നെ, ഇതിൻ്റെ പരുവൊക്കെ പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചട്ടി ചൂടായ ശേഷം ഇതിലോട്ട് എണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. 3/4 പാകത്തോളം എണ്ണ ചേർത്തിട്ട് ഇതുപോലെ മാവ് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ഇങ്ങനെ നമ്മൾ സ്പൂണിലെടുത്തിട്ട് കുറച്ച് സ്പീഡിൽ ഇങ്ങനെ കുലുക്കിയിട്ട് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ കുഴിയിലോട്ടും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം കുറക്കുക. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി.
മാവൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നീട് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു സൈഡ് കളറൊക്കെ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഇട്ടത് എപ്പോഴും ആദ്യം തിരിച്ചിട്ട് കൊടുക്കാൻ നോക്കാം. അത് പെട്ടെന്ന് ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ടാവും. ഇതുപോലെ ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ കളർ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റാം. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. രണ്ട് സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇട്ട തന്നെ ഞാൻ ആദ്യം മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് 2 പ്രാവശ്യം കൂടെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള മാവുണ്ട്. മൊത്തത്തിൽ 36 ഉണ്ണിയപ്പം നമുക്ക് ഈ ഒരളവിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറും അതുപോലെ ഗോതമ്പ് പൊടിയും മാത്രം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല സോഫ്റ്റും ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആരെടുത്ത ആ ഒരു ടെക്സ്ചറും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ചോറും അതുപോലെ ഗോതമ്പ് പൊടിയും വെച്ചിട്ട് നമുക്ക് പഴം ഒന്നും ചേർക്കാതെ ഇതുപോലെ പിറ്റേന്നൊക്കെ നമുക്ക് വെക്കാട്ടോ. ഇത് കേടാവുന്നൊന്നുമില്ല, പിറ്റേന്ന് ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ. ഇനി എണ്ണയില്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഇപ്പോൾ കുഴിക്കകത്തൊക്കെ ഒരു കുഴിയിൽ കൂടുതലും മറ്റേതിൽ കുറവൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്താൽ മതി. എണ്ണ അധികം കുടിക്കുന്നൊന്നുമില്ല. എണ്ണ വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പകുതിയേക്കാളും കുറച്ച് കൂടുതൽ എണ്ണ ഉണ്ടായാൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോന്നും ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ചൂടുണ്ട്, ഒട്ടും ചൂടാറിയിട്ടില്ല. എന്നാലും കട്ട് ചെയ്ത് കാണിച്ചു തരാം. ആരെടുത്ത ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ 2 രീതിയിലായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഈ ഒരു ടെക്സ്ചർ ഇതുപോലെ ആരെടുത്ത ടെക്സ്ചർ കിട്ടുന്നുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാട്ടെ, എന്തായാലും ഇഷ്ടമാവും. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ചോറ് വെച്ചിട്ടുള്ള വേറൊരു സ്നാക്കാണ്. ചോറ് വെച്ചിട്ടുള്ളൊരു വടയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പും പിന്നെ 1/4 കപ്പും വടിച്ചിട്ട് തന്നെ എടുക്കുക കപ്പിലെടുക്കുമ്പോൾ. എന്നിട്ട് ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് 3/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അരച്ചെടുക്കുക. നമ്മളിങ്ങനെ സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചോറെടുക്കുമ്പോൾ പുളിയുള്ള ചോറ് എടുക്കരുത് കേട്ടോ. നമ്മൾ തലേന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചോറൊക്കെ കുഴപ്പമില്ല. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വലിയൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി വേണ്ടത് ഇതിലോട്ട് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മെഷർമെൻറ്റ് കപ്പിൽ തന്നെ എടുക്കുക. 2 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 1/4 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 തണ്ട് കറിവേപ്പില അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കായപ്പൊടി, ഒരു നുള്ള് കായപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് ഇതിലോട്ട് കാശ്മീരി മുളക് പൊടി, അതുപോലെ പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നോക്കിയിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഒരുപാട് വെള്ളം ചേർക്കേണ്ട. നമ്മൾ ആദ്യം ഒന്ന് ഇത് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ള ഉള്ളി അതുപോലെ മല്ലിയില അതിൻ്റെ കഴുകിയെടുത്ത വെള്ളമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സായി കിട്ടും നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ. എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് ഇതിലോട്ട് ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂണ് മാത്രമാണ് കേട്ടോ വെള്ളം ചേർക്കുന്നത്. ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല. ലൂസായിട്ടുള്ള മാവല്ല. നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉള്ളി എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഗോളി ബജയൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ, ഗോളി ബജ പിന്നെ പക്കാവട, ചായക്കടയിലെ പക്കാവട അതൊക്കെ ചെയ്യുന്ന ഒരു പരുവം തന്നെയാണ്. ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം. മിക്സ് ചെയ്തെടുത്തിട്ട് ഒരുപാട് തിക്കായിട്ടുള്ള മാവല്ല. അപ്പോൾ ഇതുപോലെയാണ്, ലൂസായിട്ടുള്ള മാവുമല്ല. നമ്മൾ ഇതുപോലെ ഇങ്ങനെ കയ്യിലെടുത്ത് നുള്ളിയെടുത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മൾ നല്ലോണം ലൂസാക്കി ഇട്ട് കൊടുക്കുമ്പോൾ ഇത് മാവിങ്ങനെ പരന്ന് ആ ഒരു രീതിയിലാവും. അല്ലാതെ തിക്കായിട്ടുണ്ടെങ്കിൽ അകം പാകം വേഗില്ല, ആ ഒരു പ്രശ്നം വരും. അപ്പോൾ ഇതുപോലെ ഈ ഒരു പരുവത്തിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് കളറൊക്കെ മാറി വരുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ പകുതിയാണ് കേട്ടോ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു പ്രാവശ്യം കൂടെ ഉണ്ടാക്കിയെടുക്കാനുള്ള മാവുണ്ട് നമ്മളെടുത്ത അളവിൽ.
ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇതിപ്പോൾ നല്ല പാകത്തിന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ സൈഡും നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് വേണമെങ്കിലും ഫ്ലെയിം കുറക്കാം കേട്ടോ. ഇത് നമുക്ക് ഫ്രൈ ആയി കിട്ടാൻ ഒരു ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്കാണ്, ചോറും കൂടെ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നല്ല ചൂടോടെ നല്ല ചമ്മന്തിയുടെ കൂടെ, നല്ല എരിവുള്ള ചമ്മന്തിയൊക്കെ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. നല്ല ചൂട് ചായയും ചമ്മന്തിയും ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഞാനിതൊരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് ചൂടാറിയാലും കുറേ നേരം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ചോറ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചോറ് വെച്ചിട്ടുള്ള പണിയാരമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാത്തിലും ഞാൻ യൂസ് ചെയ്തത് പുഴുക്കലരി ചോറ് തന്നെയാണ്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കുക. ഇനി ഇതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഈ ഒരു ബ്ലെൻഡർ കഴുകണ്ട്, ഇതിലോട്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് വെള്ളം ആക്കി കൊടുക്കാനുണ്ട്. ആദ്യം 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. നോർമൽ റവയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് റവയും 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതൊരു 15 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഒരു 15-20 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കുക. ഇതിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. പിന്നെ അതുപോലെ വേറെ 1-2 കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം എന്തായാലും മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ ഇതിലോട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലോട്ട് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും വെള്ള കളറിലുള്ള കടുകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് ഒരു ഇച്ചിരി ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ക്യൂമിൻ. പിന്നെ വേണ്ടത് ഒരു സവാള, മീഡിയം സൈസിലുള്ള ഒരു സവാള നല്ലോണം ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇഞ്ചി ക്രഷ് ചെയ്തത് ഒരു ചെറിയ കഷ്ണം, 1/4 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി നല്ലോണം പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് തന്നെ, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളിയൊക്കെ ഒന്ന് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ വേണമെങ്കിൽ നേരത്തെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. പാകത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മാത്രം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ചേർക്കാതെയും ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ടിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ റവയൊക്കെ ചേർത്തതല്ലേ, റവ സോക്കായിട്ട് ഇതിൽ വെള്ളം നല്ലോണം തിക്കാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം 1-2 ടീസ്പൂണ് അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ റവ സോക്കായിട്ട് അങ്ങനെ വെള്ളം ഇതായിട്ടൊന്നുമില്ല. പാകത്തിന് നമ്മൾ എങ്ങനെയാണ് വെച്ചത് ആ ഒരു രീതിയിൽ തന്നെ ഉണ്ട്. ഇതിലോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പാകത്തിനുള്ള പരുവം തന്നെയാണ്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുപോലെ ഉണ്ണിയപ്പ ചട്ടിയിൽ തന്നെയാണ് ഇതും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചൂടായി വരുമ്പോഴേക്കും എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ മൊത്തത്തിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മളിത് ഒരു സൈഡ് കളർ മാറി വരുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. നന്നായിട്ട് അടിഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല, ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവും. നമുക്കിങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. കുറച്ച് നേരം ഇത് അടിഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ, ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതുപോലെ പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല. ഫ്ലെയിം കുറക്കാട്ടോ, നമ്മൾ ഇടയ്ക്ക് ഫ്ലെയിം കുറച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ കണ്ടില്ലേ, 2 സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ഇനി 2 പ്രാവശ്യം കൂടി ഉണ്ടാക്കിയെടുക്കാനുള്ള മാവുണ്ട്. ഇനി രണ്ടാമത്തെ ബാച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ എണ്ണയില്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരേ രീതിയിൽ, ഒന്നിൽ കൂടുതലും ഒരു കുഴിയിൽ കുറവും ഒക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരേ ഇതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി.
അപ്പോൾ ഇതും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് ചോറ് വെച്ചിട്ടുള്ള ഈ ഒരു പണിയാരം. അപ്പോൾ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചമ്മന്തിയോ ഒക്കെ കൂട്ടി കഴിക്കാം. ഇനിയിപ്പോൾ ഒന്നുമില്ലാന്നില്ലെങ്കിലും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തായാലും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അധികം ചിലവൊന്നും ഇല്ലാതെ ചിക്കനോ ബീഫോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ കിടക്ക് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്